സലിൽദയുടെ കമ്പോസർ ലിറിക് റൈറ്റർ കോമ്പിനേഷൻ കൂടുതൽ ഉണ്ടായിട്ടുള്ള ONV സാറാണ്. അതെ ചിലത് മാറി നിൽക്കാറുണ്ടല്ലേ, വയലാർ എഴുതിയ, അതെ അതെ തമ്പി സാർ എഴുതിയത്. ഇത്തരം കോമ്പിനേഷനുകൾ സ്ഥിരമായിട്ട് നീങ്ങുമ്പോഴും അതിനിടയിൽ പലപ്പോഴും ഈ കോമ്പിനേഷനുകൾ മാറി സഞ്ചരിക്കാറുണ്ട്. അതെ അതെ. ഇപ്പോൾ സലിൽദയുടെ പാട്ടുകൾ ഈ പ്രശസ്തരായ നമ്മൾ ഈ പറയുന്ന എല്ലാവരും എഴുതിയിട്ടുള്ളപ്പോഴും ആ കൂട്ടത്തിലല്ലാത്ത പുതിയ ജനറേഷനിൽപ്പെട്ട ചില ആളുകൾക്കും, പുതിയ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ അടുത്ത ജനറേഷനിൽപ്പെട്ട ചില ആളുകൾ എഴുതി. ഇപ്പോൾ സ്വപ്നാടനം ഞാൻ തുടരും, അത് ചോലൂർ കൃഷ്ണൻകുട്ടി സാറാണ് എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ. അത് സാധാരണ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തെ പോലൊരു കവിയാണ് ആ സിനിമയിൽ ആ പാട്ട് എഴുതിയെന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ അന്നൊക്കെ ട്യൂണിന് എഴുതൽ കുറവായിരുന്നല്ലോ. അതെ. പക്ഷേ ഈ വയലാർ അദ്ദേഹം ചെമ്മീനിൽ എഴുതിയ പാട്ടുകളെ എല്ലാം ട്യൂൺ ഇട്ടിട്ടാണല്ലോ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഫോക്ക് ജോൺറെ കറക്റ്റായിട്ട് എഴുതി, വാക്കുകളുടെ പ്രയോഗങ്ങൾ, അതുപോലെ ഈ മാനസമൈനെ വരൂ എന്നുള്ള നിലാവിന്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ, തീർന്നു അനുപല്ലവി അല്ലേ. ചരണം അതുപോലെ തന്നെ, കടലിലെ ഓളവും കടലിലെ മോഹവും അടങ്ങിയില്ലോ അമല അടങ്ങിയില്ല, കഴിഞ്ഞു. ഷോർട്ടസ്റ്റ് അനുപല്ലവി ചരണം. അതെ, മലയാള സിനിമ മൊത്തം എടുത്തു നോക്കുമ്പോൾ അത്രയും ചെറുത്. അതുപോലെ പിന്നെ സുഗമോദേവി എന്ന് പറയുന്ന പാട്ട് അങ്ങനെ ഒറ്റ വാക്കിൽ പല്ലവി തീരും. ഇത് പറയുമ്പോൾ ശരിക്കും സലിൽദയുടെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ ആ പാട്ട് നീളം കൂടിയ പല്ലവി അല്ലേ, മലർക്കൊടി പോലെ. അത് എത്രയാണ് അതിന്റെ പല്ലവി, പക്ഷെ എന്നാലും അത് മടുക്കില്ല, പല പല ചേഞ്ചുകളും. അതെ അതെ അതെ. അത് ഒരു ഈണം ആവർത്തിക്കാതെ. അതെ അതെ. ഒരു അനുപല്ലവി പാട്ട് കേൾക്കുമ്പോൾ ഓർക്കും ഒരു പല്ലവി കഴിയുമ്പോൾ തന്നെ ആ രാഗമോ അല്ലെങ്കിൽ ആ സ്കെയിലിന്റെ എല്ലാ സാധ്യതകളും തീർന്നു എന്ന് നമ്മൾ കരുതും. പക്ഷെ അനുപല്ലവി വരുമ്പോൾ അത് വേറെ തലത്തിലേക്ക്. ഇപ്പൊ പൂവിളി പൂവിളി പൊന്നോണമായി തീർന്നല്ലോ, വേറെ നോട്ട് കണ്ടെത്തി. അതെ അതെ അല്ലേ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി. അദ്ദേഹത്തിന്റെ പാട്ട് വയലാറാണ് എഴുതിയത്. ഇവിടെ കാറ്റിന് സുഗന്ധം. അതെപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. ഇവിടെ കാറ്റിന് സുഗന്ധം റൂട്ട് എന്ന് പറഞ്ഞാല് എവിടെയൊക്കെയാണ് ഈ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ കാറ്റിന് സുഗന്ധം, ആ നോട്ടില് പാട്ട് ശരിക്കും അത് ഫ്രാഗ്രൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം സന്തോഷ് വർമ്മയായിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇത് അതിലെ നായിക ശരിക്ക് ബ്ലൈൻഡാണ്. ശ്രവണ അല്ലെങ്കിൽ ഘ്രാണ ശേഷി വെച്ചിട്ടാണ് അവര് സെൻസ് ചെയ്യുന്നത്. അപ്പൊ ആ പാട്ട് ഉടനീളം നമുക്ക് ബ്ലൈൻഡായ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നായകൻ പൂന്തോട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതെ അതെ. നിർത്തുമ്പോൾ അവര് പറയുന്നു, അവര് പാടുകയാണ്, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലേ പോയത് വസന്തം, ഇരുന്നതാര് വാസര സ്വപ്നത്തിൻ തോഴിമാര്. അതിനകത്ത് വേറൊരു വയലാറിന്റെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലുള്ള ഈ പറഞ്ഞ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന മറ്റൊരു കാര്യം, അടുത്ത സ്റ്റാൻസിൽ പാടുന്നത്, ഇവിടെ തേര് നിർത്താതെ ഒരു ഇതുവഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പൂ തരാതെ എന്തേ പോയി പോയി പൂക്കാലം. അപ്പൊ ഋതുകന്യകയെ നീ മറ്റൊരു പൂക്കാലം, നിനക്കെന്തിനാണ് പൂ തരുന്നത്? അപ്പൊ ഇവര് പറയുന്നുണ്ട്, അകലെ സാഗരത്തിരകൾ, അതിൽ വൈഡൂര്യമണികൾ, ഇരുട്ടിൻ കണ്ണുനീരാറ്റിൽ ഒരു പിടി മുത്തെറിയാതെ. ആറ്റിൽ മുത്തില്ലല്ലോ, സാഗരത്തിലല്ലേ മുത്തുള്ളൂ. മുത്തെറിയാതെ, അതുവരെ കടലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. പോയി പോയി കിന്നരന്മാർ. അപ്പൊ പറയുന്നു, നീ മറ്റൊരു വൈഡൂര്യം, നിനക്കെന്തിനാണ് മുത്ത്. കഥ പറയുമ്പോൾ ഈ കവികള് ഒളിപ്പിച്ചു വെക്കുന്ന ചില ഈ ചിപ്പിയുടെ ഉള്ളില് പോലെ ഈ ആശയം ഒളിപ്പിച്ചു, അത് ചില കാര്യങ്ങൾ. ഇപ്പൊ റഫീഖേട്ടന് ഒരു പാട്ട് എനിക്ക് എഴുതുന്നുണ്ട്, പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, വിക്രമാദിത്യനിലെ മേഘം മഴവില്ലിൻ പീലിക്കുട നിർത്തി എന്ന് പറയുന്ന ഒരു പാട്ട്. അതില് ഒരു പെൺകുട്ടി നായകൻ ഇവര് നായകന്മാരാണ്, അവര് പ്രണയം പറഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എവിടെയോ ഇവന് വേണ്ടി ഇവള് കാത്തു നിന്നിട്ടുണ്ടാവാം എന്നൊക്കെ ബ്രീഫ് ചെയ്തിരിക്കുകയാണ് ഡയറക്ടർ ലാലുവേട്ടൻ. അപ്പൊ അതിനകത്തൊരു ട്യൂണില് അത് പാട്ട് വരി എഴുതാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അപ്പൊ പാഴിടങ്ങളിൽ കാണും പാദമുദ്രകൾ, ആരോ കാത്തു നിൽപ്പതിൻ ഓർമ്മപ്പൂവിതളായി എന്ന് പുള്ളി എഴുതുന്നുണ്ട്. ആ ട്യൂണില്
അത്രയും കൊള്ളിക്കുക എന്ന് പറയുന്നത്. അത് സാധാരണ പായിടങ്ങളിൽ കാണുന്ന പാദമുദ്രകൾ ആരോ കാത്തു നിന്നതിന്റെ ഓർമ്മ പൂവിതളാണ് എന്ന് അദ്ദേഹം കൊള്ളിക്കുകയാണ്. അപ്പൊ ഇത്തരം ആശയങ്ങൾ, സിനിമയുടെ ആശയങ്ങൾ ചിലപ്പോൾ സംവിധായകൻ പോലും പലപ്പോഴും അറിയണ്ടാവില്ല. ഈ പറഞ്ഞ ഇവിടെ കാറ്റിന്റെ സുഗന്ധത്തിന്റെ അത് 3 സ്റ്റാൻസുകളുടെ പാട്ടാണ്. ആ 3ാമത്തെ സ്റ്റാൻസയിൽ വരുമ്പോൾ അതുവരേക്കും ഫീമെയിൽ നായിക ചോദ്യങ്ങൾ ചോദിക്കുന്നു, നായകൻ ഉത്തരം പറയുന്നവരെയാണ് 2 സ്റ്റാൻസ. അവസാനം നായകൻ തന്നെ പറയുകയാണ്, ചിരിക്കും ചെണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാ വാ വിശ്വശില്പി എന്നാണ് ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ നായിക പറയുന്നു, പ്രിയ ഗായക നീ എന്നിലെ പ്രേമശില്പി. അത് ഒരു ഈണത്തിനനുസരിച്ച് എങ്ങനെ പാട്ട് എഴുതും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ എക്സ്ട്രീമാണ് ആ പാട്ട്. അതുപോലൊരു ട്യൂണിൽ ഇത്തരം കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മുടെ മനസ്സിൽ ഒരുപാട് പിക്ചർ. ഇവിടെ കാറ്റിന്റെ സുഗന്ധം, ഇതിലേ പോയത് വസന്തം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു പൂന്തോട്ടം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആ ഫ്രാഗ്രൻസ് വരുന്ന ആ ഈണവും കൂടെ വരുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നു ആ കാലാവസ്ഥ, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ എല്ലാം നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന പോലത്തെ ഒരു പാട്ടാണ്. അപ്പം സൽദായുടെ പാട്ടുകൾക്ക് ഈ പലപ്പോഴും നമ്മുടെ ഒരു വിമർശനമായിട്ട് പലരും പറയാറുള്ള കാര്യം, നമ്മുടെ ഭാഷയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നൊക്കെ പറയാം. അത് ചിലപ്പോഴൊക്കെ ചില കവിതകൾ ഇതിൽ വരുമ്പോൾ അതിൻ്റെ ഈ സ്പ്ലിറ്റപ്പ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ, എന്നാൽ ആ തനത് ആ കവിതയായിട്ട് ആ കവിതയ്ക്ക് സ്വാതന്ത്ര്യം. ഇപ്പൊ സൗരയൂഥത്തിൽ വിടർന്നിരുന്ന പാട്ടിന് അതുപോലെ അങ്ങനെയുള്ള ചില പാട്ടുകൾ സൗരയൂഥത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ചിലൊരു പ്രശ്നമായിട്ട് തോന്നും. പക്ഷെ എന്നാലും ആ ട്യൂണിന്റെ സൗന്ദര്യവും ആ കവിതയുടെ സൗന്ദര്യം രണ്ടും നമുക്ക് പ്രത്യേകമായിട്ട് ആസ്വദിക്കാനും പറ്റും. കാരണം അതൊരു ഗംഭീരമായ കവിത തന്നെയാണല്ലോ അദ്ദേഹം എഴുതുന്നത്. സലിതയുടെ ആണെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റൽ പീസ് ആണെങ്കിൽ പോലും ആ ട്യൂൺ ആ ലെവലിൽ ആസ്വദിക്കാൻ പറ്റും. നീമായും നിലാവോ എന്ന് പറഞ്ഞ ട്യൂണ് അതൊരു വെസ്റ്റേൺ കോമ്പോസിഷൻ പോലെയാണല്ലേ. അതൊരു വയലിനോ ഒരു കീ ഫ്ലൂട്ടിലോ എന്തിലും നമ്മൾ കേട്ട് കഴിഞ്ഞാലും അതൊരു കോമ്പോസിഷൻ. അത് ഏത് ലോകത്തിലെ ഏതൊരു വലിയ മ്യൂസീഷ്യനെയും നമുക്ക് നമ്മുടെ നാട്ടിന്റെ സിനിമാ സംഗീതം എന്ന് പറഞ്ഞ് കേൾപ്പിച്ച് വിസ്മയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്യൂൺ. ഉറപ്പായിട്ടും അത് എന്താ വെച്ചാൽ ഇവര് രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ കോംപ്രമൈസ് കുറയുകയും ചെയ്യുന്ന എൻ്റെ ഒരു അളവിന്റെ വ്യത്യാസമായിരിക്കും. പക്ഷെ അതാണ് ഈ പ്രത്യേകത, ലെജൻസിന്റെ ഒരു പ്രത്യേകത അതാണല്ലോ. പിന്നെ അവര് ഇപ്പൊ ONV സാറാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അത് അതിൽ കൊണ്ടുവരാൻ അദ്ദേഹം വാശി പിടിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. പിന്നെ ട്യൂൺ ഇട്ടിട്ട് എഴുതുന്നതിന്റെ ഒരു ഇത് ഉണ്ടാവുമല്ലോ എപ്പോഴും. സലിതയുടെ ട്യൂണുകളാണെങ്കിൽ വളരെ ചെറിയ കുഞ്ഞു ഫ്രേസസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഇതുകളുണ്ട്. കണ്ണിൽ പൂവോ ചുണ്ടിൽ പാലോ തേനോ എന്ന് തമ്പിസാർ ഒരു പാട്ടില് അതങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണല്ലോ. പൂമാനം പൂത്തുലഞ്ഞ്, അതിൽ പലപ്പോഴും ഈ ചില വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു വാക്ക്, എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ. അപ്പൊ അത് എനിക്കും എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിക്കും പലരും. എന്റെ നാവിൽ എന്ന് പറയുമ്പോൾ കുറച്ച് എളുപ്പമാണ്. ഇനിക്കുക എന്നുള്ളത് മധുരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ എപ്പോഴും ഇതുപോലുള്ള ആളുകൾക്ക് അവരുടെ പാട്ടുകളിൽ അവരുടെ ബ്രില്യൻസ് നമ്മൾ അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്ന പരിപാടിയാണല്ലോ സലിതയുടെ പാട്ടുകളിൽ എല്ലാത്തിലും. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും, ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കോഡ് പ്രോഗ്രഷൻസ് അത് ഒരു പാട്ടിൽ മറ്റ് ആ ഒരു കാലഘട്ടം വരെ വന്നതിൽ നിന്ന് വലിയ വ്യത്യാസമല്ല. ഉറപ്പായിട്ടും അതിന് വെസ്റ്റേൺ ക്ലാസിക്കലും അറിയാവുന്നതിന്റെ ഇപ്പൊ നീമായും നീലാവോ എൻ ജീവന്റെ കണ്ണീരു കണ്ണീരു, ഇത്തരം ഈ കോഡുകൾ വെച്ചിട്ടുള്ള പരിപാടി, കോഡ് ആദ്യം പ്ലാൻ ചെയ്തിട്ട് അതിൽ ട്യൂൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മുഖം, അതൊരു സെവൻത് കോഡ്, മേജർ സെവൻത് ആണ് അതിലെ എല്ലാ ഇതുകളും വരുന്നത്. ഒരു സ്വരം ഇതാണ് അതിന്റെ മേജർ സെവൻത് കോഡ്. മറക്കുവാൻ പനിരിമാന്നുള്ള അത്തരം ഒരു അവയർനെസ് അദ്ദേഹത്തിന്റെ ഹിന്ദി പാട്ടുകൾ കേട്ടാലും അറിയാൻ പറ്റും. ഉണ്ട്. നിസഗമ പനി, ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. സാധാരണ ഒരു പാട്ട് ഒന്നെങ്കിൽ 2 വരിയായിരിക്കും പല്ലവി, അല്ലെ 4 വരിയായിരിക്കും. ഇത് 3 വരിയിലാണ് ഒരു പല്ലവി.
അതൊരു തമ്പി പ്രത്യേകത സാറിന്റെ അല്ലേ? 3 വരിയിലൊരു പല്ലവി വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇതിനേക്കാൾ പ്രണയം പറയാൻ വേറൊന്നും ഇല്ല. അതെ അതെ, പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണല്ലോ അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ചില പാട്ടുകളിൽ ഈ വെറുതെ വർത്തമാനം പറയുന്നു, മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പാട്ടിൽ നമ്മൾ ആലോചിക്കില്ല. ശരി. ചില വാക്കുകളോ ചില വാക്യങ്ങളോ നമ്മൾ കവിതയിൽ പ്രതീക്ഷിക്കില്ല. പക്ഷെ അതൊക്കെ വളരെ ഒരു നയതന്ത്രജ്ഞതയോടെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ബിച്ചു തിരുമല സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, എന്നെ കൊണ്ടാവുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാം. നമ്മൾ ഒരിക്കലും പാട്ടിനകത്ത് എഴുതില്ല. എന്നെ കൊണ്ടാവുമ്പോൾ ഞാൻ എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ സാറ് പറയും, കമൽ സാറിന്റെ സിനിമയുടെ കോമ്പോസിങ് സമയത്ത് സിനിമയ്ക്ക് പേരിട്ടു ഉണ്ണികളെ ഒരു കഥ പറയാം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് പാട്ട് കമ്പോസിങ്ങിന് ഇരിക്കുന്നത്. കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ എന്നൊരു ട്യൂണ്. അപ്പോൾ ബിച്ചു സാറ് ഈ സിനിമയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് പേപ്പറിൽ. എന്നിട്ടപ്പം പാട്ട് തുടങ്ങുന്ന എങ്ങനെ ലിറിക്സ് ചോദിക്കുമ്പോൾ ഇതെടുത്ത് വിടും. അല്ല ഇതിൻ്റെ ടൈറ്റിലല്ലേ? അല്ല അത് അതിലൊന്ന് പാടി നോക്കും. പാടി നോക്കുമ്പോൾ കൃത്യമാണ്. അവിടുന്നാണ് പിന്നെ ബാക്കി പിടിക്കുന്നത്.